മോഡിക്ക് ഇപ്പം നിലവിൽ ഒരു ശത്രുവൊന്നുമില്ല. മാത്രമല്ല മോഡി ഇന്ത്യയുടെ അതിരുകളിലേക്ക് കൂടി മോദിയുടെ അശ്വമേധം എത്തിച്ചിരിക്കുക. അത് വെസ്റ്റേൺ ഇന്ത്യയിൽ തുടങ്ങി ഇപ്പോൾ അത് ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിജയ് ഒരു പാതിരിമാരുടെ സംഭവമാണ് എന്നുള്ളൊരു ഫീല് പൊതുവെ കൂടി വരുന്നു. അതൊക്കെ വിജയ്ക്കെതിരാണ്. വിജയ് അങ്ങനെ ഒരു കളത്ത് നിന്ന് കൊടുക്കേണ്ട ആളായിരുന്നില്ല. CIA-യുടെയും മൊസാദിൻ്റെയും ISIയുടെ ഏജന്റുമാർ നമ്മുടെ ഇടയിലുണ്ട്. 2 കോടി ക്രിസ്ത്യൻസാണ് ഇന്ത്യയിലുള്ളതെന്ന് പറയുമെങ്കിലും ശരിക്കും കൂടി ഒരു 8 കോടിയെങ്കിലും ഉണ്ടാവും അവിടെ. അതുകൊണ്ട് തന്നെ മോഡി അല്ലെങ്കിൽ RSS BJP ആണ് അവരുടെ ഏറ്റവും വലിയ ശത്രു. ഈ കാര്യത്തിൽ BJP കോംപ്രമൈസ് ചെയ്യില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായി BJP ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ ആധിപത്യം പുലർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന 2029 അവർക്ക് 3-2 ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഏറെയാണ് എന്നും പറയുന്നു. രാജ്യത്തിന്റെ 72% ഇപ്പോൾ BJP നേരിട്ടോ അല്ലാതെയോ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ നോക്കേണ്ടത് പ്രതിപക്ഷത്തേക്കാണ്. പ്രതിപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? അവരുടെ കരുത്ത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിലയിരുത്തൽ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച കടന്നു വരുന്നത്. ഇന്ത്യ സഖ്യം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ അധികാരം നഷ്ടപ്പെട്ട് അവരുടെ പാർട്ടി തന്നെ ശിഥിലമാകുന്നതിൻ്റെ വക്കിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്റ്റാലിനാകട്ടെ തമിഴ്നാട്ടിൽ അധികാരം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, മത്സരിച്ച മണ്ഡലത്തിൽ തോൽക്കുകയും ചെയ്തു. കേരളത്തിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയൻ അദ്ദേഹം വളരെ ശക്തനായ നേതാവ് എന്ന് ഇടതുപക്ഷ നിരീക്ഷകർ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുന്നണി 35 സീറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പിണറായി വിജയന് ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ BJPക്ക് ബദലില്ലേ? കരുത്തായ പ്രതിപക്ഷം ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളിൽ നമുക്ക് കാണേണ്ടി വരിക? നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രതിപക്ഷം ഇന്ത്യയിൽ കൂടുതൽ കരുത്താർജിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക? അല്ല, പ്രതിപക്ഷം ഇപ്പോൾ നമുക്ക് 2 പോയിന്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്നാമത്, മോഡിക്ക് ഇപ്പം നിലവിൽ ഒരു ശത്രുവൊന്നുമില്ല. മാത്രമല്ല മോഡി ഇന്ത്യയുടെ അതിരുകളിലേക്ക് കൂടി മോദിയുടെ അശ്വമേധം എത്തിച്ചിരിക്കുക. അത് വെസ്റ്റേൺ ഇന്ത്യയിൽ തുടങ്ങി ഇപ്പോൾ അത് ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോഫ വലിയ ഭീഷണിയൊന്നുമില്ല. പക്ഷേ മോഡി 15 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, 12 വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട് ഉണ്ടാവുന്നൊരു മടുപ്പുണ്ടാവും. അപ്പോൾ നിങ്ങളെ മോനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനേതാണ്ട് ഒരു 10-11 വയസ്സായ സമയത്ത് തൊട്ട് മോഡി പ്രധാനമന്ത്രിയാണ്. നിങ്ങൾക്കുണ്ടായ എൻതൂസിയാസം ഒന്നും ചിലപ്പോൾ അവനുണ്ടാവില്ല. അവന് നിങ്ങളുടെ മാമനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പുതുമയൊന്നും അവന് തോന്നില്ല. അവിടെയാണ് ഈ കോക്കോച്ച് പാർട്ടിയൊക്കെ രംഗത്ത് വരുന്നത്. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് അത്ര പെട്ടെന്നൊന്നും ചേഞ്ച് ഒന്നും കാണുന്നില്ല. ചില ചേഞ്ച് കാണുന്നുണ്ട്, അത്ര പെട്ടെന്ന് കാണുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന നരസിംഹ റാവുവിനെയും ഗുജറാളിനെയും ദേവഗൗഡനെയും ഒക്കെ വാജ്പേയിയെയും മൻമോഹൻ സിംഗിനെയൊക്കെ കണ്ടിട്ട് മോഡിനെ കാണുമ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രധാനമന്ത്രി നമുക്ക് തോന്നുന്നുണ്ട്, നമ്മുടെ ജനറേഷന് തോന്നുന്നുണ്ട്. ഈ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അതല്ല. അവർ കാണും. പിന്നെ അവരുടെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ യൂറോപ്പിലൊക്കെ വളരെ ഫ്രീ ആണ്, എല്ലാ റോഡുകളും ഈ പറയുന്നതിൻ്റെ മാതിരി എന്താണ് ഹേമമാലിനിയുടെ കവള് പോലെയാണ്. സത്യത്തിൽ അവിടുത്തെ റോഡുകളൊക്കെ പലതും തല്ലിപ്പിള്ള ഉൾനാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ആ സന്തോഷവതി കുളങ്ങരയുടെ പരിപാടി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പം വെസ്റ്റേൺ ഡെമോക്രസി ഇതിലൊക്കെ അവർക്കുള്ള താല്പര്യം, അവിടെയുള്ള ഫ്രീ സെക്സ്, അത് സദാചാര പോലീസിൻ്റെ ഇല്ലായ്മ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മോഡിക്കെതിരെ അല്ലെ പിണറായി വിജയനെതിരെ ഹാഷ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം പോലീസുകാർ നിങ്ങളെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥ, ഇതൊക്കെയാണ് അവരെ ഡിസാറ്റിസ്ഫൈഡ് ആക്കുന്നത്. പിന്നെ തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നം പൊതുവെ പകുതീകരിച്ച് കാണിക്കും. പക്ഷേ ന്യൂ ജനറേഷനെ സംബന്ധിച്ച് നമ്മളെ കാലത്ത് ഉണ്ടായിരുന്ന പോലുള്ള വലിയ തൊഴിലില്ലായ്മ ഇപ്പോൾ ഇല്ല. അത് വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ കണക്കുകൾ വെച്ചുകൊണ്ട് വലിയ സംഭവമായിട്ട് വരുമ്പോൾ ഇവർക്ക് ജീവിത പരിചയം ഇല്ലാത്തതുകൊണ്ട് അവരതിൽ ചാടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ഒരു മുകളിലൊരു ഘടകത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ അത് അട്ടിമറിയൊന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുടുംബങ്ങളെ സ്വാധീനിക്കാൻ പറ്റും. ഇപ്പം വിജയുടെ നേട്ടം അതായിരുന്നു. വിജയ് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ അച്ഛനമ്മയോട് പറഞ്ഞു പൈസ മേടിച്ച് വോട്ട് ചെയ്യുന്ന പരിപാടി നിർത്തണം. ഞാൻ പണ്ട് വിജയ് പിന്നെ രക്ഷപ്പെടും എന്ന് പറഞ്ഞത്, ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചില്ല. രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അടുത്ത തവണ ഞാൻ പ്രതീക്ഷിച്ച വിജയ് തവണ 50-60 സീറ്റൊക്കെ അടിച്ചിട്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ വീട്ടിൽ പോയി മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ? ദിലീപ് എങ്ങനെയാണ് മലയാള സിനിമ പിടിച്ചത്? ദിലീപ് ഒരു മമ്മൂട്ടിയെ കണ്ട് മോഹൻലാലിനെ വലിയ സ്റ്റാറായിരുന്നു. ദിലീപ് മലയാള സിനിമ പിടിച്ചത്
ഇതേ വഴിയാണ്. കുട്ടികളെ കൊണ്ട് മീശമാധവൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മൂസ പോലുള്ള സിനിമകൾ എടുത്ത് കുട്ടികൾ സിനിമ കാണാൻ പോകാൻ പറയും. അപ്പോൾ അച്ഛനും അമ്മയും സിനിമ കാണാൻ പോകും, അവരിരുന്ന് ആസ്വദിക്കും. അങ്ങനെയാണ് ദിലീപ്. അപ്പോൾ ദിലീപിൻ്റെ പല ക്യാരക്ടറും ടോം ആൻഡ് ജെറിയാണ്. ദിലീപ് ഇരുന്ന് ചിരിക്കുന്നതാണെങ്കിലും ദിലീപ് ഇരുന്ന് ചമ്മുന്നാണെങ്കിൽ ഒക്കെ ടോമും ജെറിയാണ് ദിലീപ്. പക്ഷെ അന്ന് ദിലീപ് അത് ഒന്ന് കഷ്ടപ്പെടുത്തുക. അമേരിക്ക പോയപ്പോൾ കാസറ്റ് മേടിച്ച് കണ്ടു. നമ്മുടെ നാട്ടുകാർക്ക് അന്ന് അന്ന് നിങ്ങളെ ജനറേഷൻ ടോം ആൻഡ് ജെറി കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ മോൻ്റെ കൂടെ നിന്ന് കണ്ടിട്ടുണ്ടോ എന്നല്ല, നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾ ടോം ആൻഡ് ജെറി കണ്ടിട്ടില്ല. അപ്പം ടോം ആൻഡ് ജെറിയെ കാണാത്ത അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയായിരുന്നു. അപ്പം ഇപ്പം നമുക്കത് കാണുമ്പോൾ പുതുമ ഉണ്ടാവില്ല. അതായത് നമ്മൾ ടോം ആൻഡ് ജെറി ഒറിജിനൽ ഇപ്പം കാർട്ടൂൺ നെറ്റ്വർക്കിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുട്ടികളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികൾ അവരുടെ പാരൻസിനെ മാറ്റി ചിന്തിപ്പിച്ചാൽ അതൊരു ഭീഷണിയാവും. അട്ടിമറി ഉണ്ടാവില്ല. അട്ടിമറി ചെയ്ത് നടത്താൻ ഇവിടെ പോലീസ് ഉണ്ട്, പട്ടാളം ഉണ്ട്, ഇതൊക്കെ ലോയലാണ്, പ്ലസ് RSS ഉണ്ട്. അതൊന്നും ഇവിടെ നടക്കില്ല. അല്ല, അത് നടക്കില്ല. പക്ഷേ ഈ രീതിയിൽ ചിലപ്പം ഒരു എന്താ പറയുക, ഒരു തെറ്റിദ്ധാരണ കുട്ടികളിൽ ഉണ്ടാക്കിയിട്ട് അത് താഴെ ഓടിപ്പിക്കാൻ സാധ്യതയുണ്ട്. വേറൊന്ന്, ഈ പറയുന്ന കോൺഗ്രസ് ഇതിൻ്റെയൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കിട്ടിയ പോലെയാണ് കോൺഗ്രസിൻ്റെ കാര്യം. കാരണം കോൺഗ്രസ് ഇന്ത്യയിൽ ഇത്രയും കാലം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്. ഏത് പട്ടിക്കാട്ട് പോയാലും ഒരു കോൺഗ്രസ് മെൻറ്റാലിറ്റി ഉള്ളവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം പെട്ടെന്ന് ഒരു കോക്കോച്ച് മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ ഗുണം കോൺഗ്രസ് നേടിയെടുക്കാൻ പറ്റും. കാരണം മോഡിക്കെതിരെ ഓപ്പോസിഷനായി നിൽക്കുന്ന കോൺഗ്രസ് മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം എവിടെയെങ്കിലുമൊക്കെ മോഡിയായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അത് ഈ മമതയും ചെയ്തിട്ടുണ്ട്, കേരളത്തിലാണെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ചില കേസുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പം ലാവ്ലിൻ കേസ് ഉൾപ്പെടെ അല്ലേ പല കേസുകൾ എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് തോന്നുന്നത്. പിന്നെ വേറൊന്ന്, ഈ പറയുന്ന ഡി എം കെ എന്നോട്ടാണ് മോഡി നേതൃത്വം തുടങ്ങിയത്. അതൊരു പ്രത്യേക ഘട്ടം തൊട്ടിട്ടാണ്. ഇപ്പം എന്താ ചെയ്യുന്നത്? കോൺഗ്രസ് വിട്ടുപോയപ്പോൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മാത്രമല്ല, ഈ 2G സ്പെക്ട്രം കേസിൽ എങ്ങനെയാണ് ഈ പറയുന്ന ചേട്ടനും അനിയത്തിയൊക്കെ രക്ഷപ്പെട്ടു പോയത്? ഇതൊക്കെ അന്തർധാരയല്ലേ? അതെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ പാർട്ടികൾക്കൊന്നും തന്നെ വലിയൊരു ക്രെഡിബിലിറ്റി ആ രീതിയിലില്ല. പിന്നെയും ആ രീതിയിൽ ഇപ്പം മോഡിനെ ശക്തമായി എതിർക്കുന്നത് രാഹുൽ ഗാന്ധിയും മറ്റുമാണ്. അപ്പം അപ്പു എന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും. അപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ കംഫർട്ടബിളായി തോന്നുന്നുണ്ടെങ്കിൽ പോലും ഭീഷണികളും കൂടി നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഭീഷണികളിൽ ഈ പ്രാദേശിക കക്ഷികൾക്ക് പ്രസക്തി പതുക്കെ നഷ്ടപ്പെടുകയാണ്. രണ്ട് ദേശീയ പാർട്ടികളിലേക്കായി ദേശീയ രാഷ്ട്രീയം ചുരുങ്ങും. അവിടെ കോൺഗ്രസ് ജയിക്കണമെങ്കിൽ, BJPക്കെതിരെ സക്സസ്ഫുള്ളായ പ്രതിപക്ഷമായി കോൺഗ്രസ് വരണമെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാവണം. അത്ഭുതകരമായ ഒരു സ്പെൽ വരണം. ആ സ്പെല്ല് ഇപ്പൊ അങ്ങനെയുള്ള സ്പെല്ലുകൾ വരാമെന്നാണ് കോക്കോച്ച് പാർട്ടിയെ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി വന്നു, വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. ഇപ്പോൾ പഞ്ചാബിൽ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നേട്ടം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതുണ്ടാവും. അല്ല, നമ്മളീ പറയുന്ന വലിയൊരു ആശയക്കുഴപ്പം ഉള്ള ഒരു സ്ഥലമാണ് ഈ പഞ്ചാബ്. ഡ്രഗും ഇതും എല്ലാം കൂടി കയറിയിട്ടുണ്ടാക്കിയിട്ടുള്ള, പിന്നെ ഈ ഗ്രീൻ റവല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അബൻഡൻസ് ഉണ്ട്. ഇവിടെ ഗൾഫ് പോകും, അവിടെ ഗ്രീൻ റവല്യൂഷൻ, 2G ഉണ്ട്. അപ്പോൾ ഇതുണ്ടാക്കിയ അബൻഡൻസ്, അതുണ്ടാക്കിയ കൺഫ്യൂഷൻ, അതുണ്ടാക്കിയൊരു പോസ്റ്റ് മോഡേൺ ജനറേഷനും ഉണ്ട്. അതാണ് അതിൻ്റെ കാര്യം. പക്ഷെ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി ആ അവസ്ഥയിലേക്ക് മോഡി എത്തിക്കുന്നുണ്ട്. അതായത് നാട്ടിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അതിൻ്റെ ഇപ്പം ശീലാദീക്ഷിത് ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും പിന്നെ അവർക്കെതിരായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരും ചെയ്ത പല നല്ല കാര്യങ്ങൾ ഇപ്പോൾ അവർക്കെതിരായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ സാമ്പത്തിക വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയ ഇത്രയൊന്നും പോരാന്നുള്ള, ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ, അതുപോലെ തന്നെ പിന്നെ ദളിത് വിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നാളെയും ഒരു ഭീഷണി ചിലപ്പം ഒരു കോക്കോച്ച് പാർട്ടി പോലുള്ള ഒരു സാധനം വന്ന് അത് സായത്തട്ടിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഫ്രഷ് ആളുകളെ സ്ഥാനാർത്ഥിക്കായി നിർത്തിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് അനുകൂലമായി ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഈ വിജയുടെ മൂവ്മെന്റിന്, ഈ വിജയുടെ പാർട്ടി TBK അത് കൂടുതൽ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ടോ? തമിഴ്നാട്ടിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക്. ആം ആദ്മി പാർട്ടി ഡൽഹിയിലായിരുന്നു, പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയതുപോലെ. അതിനൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ പേര് വലിയൊരു പ്രശ്നമാണ്. മുസ്ലിം ലീഗിന് പേര് പ്രശ്നമായതുപോലെ തമിഴ് വെറ്ററി ആകുന്ന കർണാടക നമ്മൾ ഓടിച്ചു വിട്ടില്ല. ഏതായാലും തമിഴിൻ്റെ ഐഡന്റിറ്റി പോകാൻ നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുമോ? ഞാൻ വിജയ് പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് തോന്നിയ കാര്യം, യങ്സ്റ്റേഴ്സിനിടയിൽ ഇവിടെ മമ്മൂട്ടിനെക്കാട്ടും മോഹൻലാലിന്റെ ഫാൻസ് ഉണ്ട് വിജയ്ക്ക്. എനിക്ക് തോന്നുന്നു ഞാനൊരു 2 പരിപാടിക്ക് വരും. ഒരിക്കലും ഞാൻ വിജയുടെ ഒരു കളറിനെ പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് രാത്രി ഒരു പെൺകുട്ടീൻ്റെ മെസ്സേജ്, എന്താടാ കറുത്തവർക്ക് എന്താടാ പ്രശ്നം എന്ന് വെച്ചു. പിന്നെ വേറെ സ്ഥലത്ത് ഞാനൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തോ ഒരു വിജയനെ പറ്റി കളിയാക്കി പറഞ്ഞ പിള്ളേർ മൊത്തം വിജയ്. ആ രീതി RSS പിള്ളേരുണ്ട്, SFIക്കാരുണ്ട്, KSUക്കാരുണ്ട്. ആ വിജയ്ക്ക് അങ്ങനെ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വിജയ്ക്ക് പറ്റും. പക്ഷേ വിജയുടെ പേര് വലിയ കട, വിജയുടെ പാർട്ടിയുടെ പേര് വലിയ കട. ഇപ്പം
ജോസഫ് വിജയ് വേറൊരു ഘടകമാണ്. ഉം. അല്ലെങ്കിൽ കേരളത്തിൽ ഈ ഹിന്ദുസാണ് വിജയുടെ ഫാൻസ് നല്ലൊരു പങ്ക്. അപ്പോൾ ഈ ജോസഫ് വിജയ് എന്ന് പറഞ്ഞ വിജയ് രാഷ്ട്രീയം ഈ മതം കളിച്ചു തുടങ്ങിയപ്പോൾ ആ ഫാൻസിൻ്റെ ഒരു ആരാധന കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കർണാടകയിൽ ഈ പറഞ്ഞ സാധനമാണ്. മാത്രമല്ല ഇപ്പം വിജയ് ഒരു പാതിരിമാരുടെ സംഭവമാണ് എന്നുള്ളൊരു ഫീല് പൊതുവെ കൂടി വരുന്നു. അതൊക്കെ വിജയ്ക്കെതിരാണ്. വിജയ് അങ്ങനെ ഒരു കളത്ത് നിന്ന് കൊടുക്കേണ്ട ആളായിരുന്നില്ല. അങ്ങനെ നിന്ന് കൊടുത്തിട്ടുണ്ട് വിജയ്. ആ ലക്ഷ്യത്തോടു കൂടി വിജയനെ അവർ പ്ലാൻ ചെയ്തതാണ്. ആ പ്ലാൻ ചെയ്ത എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മുമ്പ് ജയലളിത മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വാക്കമുണ്ട്. പിഴവ കമ്മ്യൂണിറ്റിയിലും കേരളത്തിലൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ വാക്ക് തമിഴ്നാട്ടിലുണ്ട് അന്ന് ഞാൻ പറഞ്ഞതാണ്. ആ സ്ഥലത്തേക്ക് വിജയന് ഹോം പേഴ്സണെ കൊണ്ട് വെച്ചു കൊടുത്തു. ഓക്കെ ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഇത് കട്ടിംഗ് സൗത്തിന്റെ ഭാഗമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിന്റെ ഭാഗമായി ഇവാഞ്ചലിക്കൽസിന്റെ പ്രവർത്തനം, എവഞ്ചലിസ്റ്റുകളുടെ പ്രവർത്തനം അത് ശക്തമായിട്ട് ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നിലവിൽ BJP സ്ട്രോങ് ആയി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പുതിയ തലമുറയെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, അഡ്രസ് ചെയ്യേണ്ടതായിട്ട്. ഇന്നലെ കഴിഞ്ഞ സെൻകുമാർ സാർ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ടായിരുന്നു, എൻട്രൻസ് എക്സാമിനേഷനിലെ പ്രശ്നം പിള്ളേരെ ബാധിക്കുന്ന പ്രശ്നമാണ്. എത്ര കഷ്ടപ്പെട്ടാണ് പിള്ളേർ പഠിക്കുന്നത്. അവിടെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നത്. ഇതുവരെ ഇന്ത്യയുടെ അടുത്ത് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ്. മധ്യപ്രദേശ് ഉണ്ടായ വ്യാപം, അതിനുശേഷം BJP അധികാരത്തിൽ വന്നു എന്നൊക്കെ ശരിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പൊതുമേഖലയിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പൊതുമേഖലയിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടാൽ ഇവിടെ പിടിച്ചെടുക്കാൻ പറ്റും. ഉത്തരേന്ത്യയിലൊക്കെ അവന് IAS IPS ഉള്ള ജോലിയല്ല, വേറെ ഓപ്ഷൻ ഇല്ല. പ്രൈവറ്റ് സെക്ടർ ആ രീതി ഇനി വളരേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വീഴ്ചകൾ മതി ഒരാളെ മോശക്കാനായി ചിത്രീകരിക്കാൻ. കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് കൽമാണി അടുത്ത അഴിമതിയാണ് ദീക്ഷിത്തിനൊക്കെ പിന്നെ പ്രശ്നമായത്. പിന്നെ സന്ദീപ് ദീക്ഷിത്തിന് വല്ലതും അഴിമതി ആരോടെ വന്നിരുന്നു. ചെറിയ കാരണങ്ങൾ മതി ജനവികാരത്തെ എതിരാക്കാൻ. ഇന്ദിരാഗാന്ധിയെ ജയപ്രകാശ് നാരായണൻ്റെ ഒരു പ്രസ്ഥാനം കൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ ഇഷ്ടമില്ലാത്താക്കി മാറ്റിയത്. പക്ഷേ കുറച്ച് കാലം ജനതാ പാർട്ടി ഭരിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയെ പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ജനങ്ങളുടെ ഈ പറയുന്ന ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ വളരെ ഡൈനാമിക്കാണ്, പെട്ടെന്നത് മാറും. അപ്പം അതുകൊണ്ട് നമ്മൾ സേഫാന്ന് പറയുമ്പോഴും സെൻകുമാർ സാർ പറയുന്ന പോലെ ഇത്തരം ഭീഷണികൾ നമുക്ക് കാണാതിരിക്കാൻ. കാരണം ഇത്തരം ഭീഷണികളെ കാറ്റലൈസ് ചെയ്യുന്ന ഫോഴ്സസ് CIA ISI ഇതൊക്കെ പുറത്തുണ്ട്. ഇവരൊക്കെ പൈസ പറ്റുന്നവരൂടെ ഉണ്ട്, നമ്മളെ ഇടയിൽ തന്നെ ഉണ്ട്. ഓക്കെ. ഈ അമേരിക്കൻ പണം പറ്റുന്ന പാർട്ടികളുടെ കൂട്ടത്തിൽ കോൺഗ്രസ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പാർട്ടികൾ BJPക്കും പൈസ കിട്ടുന്നൊക്കെ ഉണ്ടാവും, അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന കാര്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ള പ്രശ്നം. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളുകൾ വളരെ മാന്യന്മാരായി നമ്മുടെ ഇടയിലുണ്ട്. CIAയുടെയും മൊസാദിന്റെയും ISIയുടെ ഏജന്റുമാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെല്ലുവിളി നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ ജെൻസി മൂവ്മെന്റുകളെ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് വേണം കാണാൻ. അവർ നാളത്തെ പൗരന്മാരല്ലേ. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ, ആ ഒരു വാക്യൂം അഡ്രസ്സ് ചെയ്യാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. BJP എസ്പെഷ്യലി ഞാൻ പറയുന്നത് നോക്കണ്ട, സെൻകുമാർ സാറിനെ പോലുള്ള ആൾ പറയുന്ന കാര്യമുണ്ടല്ലോ. അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഈ രാഹുൽ ഗാന്ധി കുറെ കൂടി ഉയരേണ്ടിയിരിക്കുന്നു. അതെ, ഞാൻ കേട്ടത് ഇപ്പോൾ ഒരു സംഭവം വെച്ചാൽ ഉത്തരേന്ത്യയിൽ തന്നെ യൂത്തിൻ്റെ ഇടയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ കൊടുത്തു. ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഇയാളുടെ 6 പാക്ക് ബാഗും അല്ലെ 6 പാക്ക് ശരീരവും ഇയാളുടെ കരാട്ടയും ഇയാളുടെ ഇംഗ്ലീഷും എല്ലാം തന്നെ യങ്സ്റ്റേഴ്സിനെ സ്വാധീനിക്കും. അവിടെ മോഡി അമ്മാവനാവും. അതാണ് പ്രശ്നം. മോഡി അങ്ങനെയുള്ള ഒരു കണ്ടുവൈകിയ ശീലങ്ങളിൽ മാറിയപ്പോഴാണ് മോഡിയെ നമ്മൾ ഇഷ്ടപ്പെട്ടത്. പക്ഷേ നിങ്ങളെ മോനുൾപ്പെടെ പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം മോഡി സ്റ്റെയിനാണ്. നമുക്ക് മമ്മൂക്ക മോഹൻലാൽ കണ്ടിരിക്കുന്നതാണ്. അത് മാറ്റാൻ വരുമ്പോൾ നമ്മൾ മാറി ചിന്തിക്കും. പിന്നെ മമ്മൂക്ക മോഹൻലാൽ അവിടെ ഇരിക്കുന്നത് വെച്ചാൽ അത്രയും അവർ ആ ഫീൽഡിൽ 100% കൊടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ കൊടുക്കാന്നുള്ള അത്ര എളുപ്പമല്ല. അപ്പോൾ മമ്മൂക്ക മോഹൻലാലിനെതിരായിട്ട് സുരേഷ് ഗോപി വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് ആ രീതിയിൽ പോകാൻ പറ്റിയില്ല. ദിലീപ് വന്നിരുന്നു, ആ കേസോട് കൂടി ദിലീപ് വേണം. പൃഥ്വിരാജ് വന്നിരുന്നു, പൃഥ്വിരാജ് ആ രീതിയിൽ വരാൻ പറ്റിയിട്ടില്ല. സോഫ അപ്പോൾ അവരുടെ മക്കൾക്ക് തന്നെ വരാൻ പറ്റിയിട്ടില്ല. അത് സിനിമയിലായതുകൊണ്ട് അവർ 100% അതിൽ നിക്ഷേപിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു മാറ്റം രാഹുൽ ഗാന്ധിക്ക് സത്യത്തിൽ എനിക്ക് തോന്നുന്നു. രാഹുൽ ഗാന്ധി യങ്സ്റ്റേഴ്സിനിടയിൽ രാഹുൽ ഗാന്ധിന്റെ ഗ്രാഫ് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ പാർട്ടികളെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിൽ തുടക്കത്തിൽ ദൗർബല്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മെച്ചപ്പെടുത്തി വരാൻ അതിന്റെ പ്രശ്നം വെച്ചാൽ തുടക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആവശ്യം, ഇപ്പൊ അവരുടെയും കൂടി ആവശ്യം. BJP എല്ലാവരും വീഴുന്നുണ്ട്, സമാജ്വാദി പാർട്ടി, തൃണമൂല് എല്ലാத்தைയും വീഴുന്നത്. രാഹുൽ ഗാന്ധിക്ക് കാണിച്ച അബദ്ധം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ്. ആദ്യം വിജയുടെ കൂടെ സഖ്യം കൂടിയാൽ മതിയായിരുന്നു. ഇതല്ലാതെ ഒറ്റ പരമാവധി പിന്നെ ഉദാരത കാണിച്ചുകൊണ്ടാണ് സ്റ്റാലിൻ ഇടപെട്ടത്. ജയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാം കൂടി വിജയ്ക്ക് സപ്പോർട്ട് കൊടുത്തു. അത് ക്രെഡിബിലിറ്റിയെ നശിപ്പിച്ചു കളയും. പിന്നെ ഈ വിജയിനെ പോലുള്ള ആളുകളെ കൂടുതൽ ചേർത്ത് ഉത്തരേന്ത്യ എന്ന് വെച്ചാൽ ബേസിക്കലി ഹാർഡ് കോർ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഈ മലയാളികളെ പോലെ 4-13 ചില്ലിക്കാശിന് വേണ്ടി സംസ്കാരത്തെ ഒറ്റ കൊടുക്കുന്നവരല്ല ഉത്തരേന്ത്യക്കാർ. നമ്മൾ പൈസ മേടിച്ചാക്കെ ചെയ്യും, നമുക്ക് പൈസ കിട്ടിയാൽ പോലും. നിങ്ങൾ മലയാളി നടന്നൂടായിട്ടാ അല്ല, അതുപോലെ ആളുകളല്ല ഉത്തരേന്ത്യക്കാർ. ഓക്കെ. അല്ല, എൻ്റെ സംശയം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു പുതിയ മൂവ്മെൻറ്റ് വരേണ്ടിയിരിക്കുന്നു
BJPക്ക് ബദലാവാൻ, അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. പുതിയ മൂവ്മെന്റിന്റെ ഒരു 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 സപ്പോർട്ട് വേണം, ബാക്കപ്പ് വേണം ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക്. അത് അവരത് പൊളിറ്റിക്കലി അത് യൂട്ടിലൈസ് ചെയ്യണം. അതെ അതെ അതെ. ഈ കോക്രോച്ച് പാർട്ടികളെ പോലുള്ളവ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്രൈസിങ് വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനൊപ്പം നിൽക്കണം. ഒപ്പം നിൽക്കുക. അതിന് ഇപ്പൊ കോൺഗ്രസിന് അതിന്റെ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ആ അങ്ങനത്തെ കൺഫ്യൂഷൻ ഇല്ലാതെ അതിന് മുതലെടുക്കാൻ പഠിക്കണം. രണ്ടാമത്തെ കാര്യം, ഇതൊന്നും RSSനെ ബാധിക്കില്ല, കൂടെ BJPനെ ബാധിക്കുള്ളൂ. ഓക്കെ, RSS ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നിന്ന് പോകും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴും രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷ വിരുദ്ധമാണ് BJP അല്ലെങ്കിൽ RSS എന്നുള്ള ഒരു പ്രചാരണം വരുന്നുണ്ട്. അത് അവരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനിടയുണ്ടോ? കുറേയേറെ സ്ഥലങ്ങളിൽ അവർ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ നോക്കുമ്പോൾ ഉത്തർപ്രദേശിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ പോലും BJP ജയിക്കുന്നു. നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ആക്സെപ്റ്റൻസ് കൊണ്ട് ജയിക്കുന്നതല്ലത്. അതെന്ന് വെച്ചാൽ അവിടെയുള്ള മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകുന്നതിൻ്റെ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് അവരെപ്പോഴും കേന്ദ്രത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. 2004 ഗുജറാത്ത് കലാപം കഴിഞ്ഞ ഉടനെ ലക്ഷദ്വീപിൽ ജയിച്ചത് NDA 100% മുസ്ലിം പോപ്പുലേഷനാണ്. എന്നെക്കാട്ടും എന്നെ പറയുന്നല്ല, ഭയങ്കര കൺസർവേറ്റീവ് മുസ്ലിംസാണ് അവിടെ. അപ്പോൾ അവിടെ അവർ ജയിച്ചു. അപ്പം അത് നോക്കണ്ട. പക്ഷേ മുസ്ലിംസ് മനസ്സറിഞ്ഞുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥ വന്നിട്ടില്ല. BJPക്ക് ആ ഒരു വിഷയം ഇപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തതാണോ, അതോ അവരുടെ ഐഡിയോളജി അവരെ അതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നതാണ്? അല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ബാബറി മസ്ജിദ് കേസുമായിട്ട് ബന്ധപ്പെട്ട മുസ്ലിം വിരുദ്ധത അവർ പറഞ്ഞിരുന്നു. സത്യമാണ്. ഞാനൊക്കെ അതുകൊണ്ടാണ് BJP വിരുദ്ധനായി മാറിയത്. എനിക്ക് BJPനോട് പ്രത്യയശാസ്ത്രമായി എതിർക്കാൻ വേറെ കാരണങ്ങളൊന്നുമില്ല. അത് വെച്ചാൽ അവരുടെ ഗാന്ധിയൻ സോഷ്യലിസമോ അല്ലെങ്കിൽ കൾച്ചറൽ നാഷണലിസമോ ആയിട്ട് എനിക്ക് പ്രശ്നം പണ്ടേ അല്ല, അന്നുമില്ല, ഇന്നുമില്ല. ഓക്കെ. പക്ഷേ അത് ഹിന്ദുക്കളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ചെയ്ത തന്ത്രമായിരുന്നു. ഇപ്പോൾ അവർ സക്സസ്ഫുള്ളാണ്. ആ മിഷൻ കഴിഞ്ഞു. ഇപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞതിൻ്റെ അതിൽ തന്നെ അവരുടെ ഒരു സാംസ്കാരിക ദേശീയ എന്നുള്ള അതിൻ്റെ കോറിലേക്ക് അവർ പോയി ഇവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് എന്നെപ്പോലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുന്നത് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ഞാൻ ഒരു തുറന്ന മനസ്സോട് കൂടി കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ കമ്മ്യൂണിറ്റി ഭൂരിപക്ഷം ആളുകളും അങ്ങനെയല്ല. ഇറ്റ് ടേക്സ് ടൈം. പക്ഷെ അങ്ങനെ ആ ഭൂരിപക്ഷം ആളുകളെയും ആ കാര്യം ഫക്രുദ്ദീൻ അലിക്ക് ബോധ്യപ്പെട്ട കാര്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടരുത് എന്ന് പറഞ്ഞാൽ വോയിസ് ഉണ്ട്, സെക്കുലർ പാർട്ടികളുണ്ട്, അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും. ഒന്നതുണ്ട്. പക്ഷെ നിങ്ങളെ എഫേർട്ടും നിങ്ങളുടെ ഉദ്ദേശവും ശരിയാണെങ്കിൽ അത് ബോധ്യപ്പെടും. മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് ഈ നീതിബോധം കുറച്ച് കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളെ കമ്മ്യൂണിറ്റി. ഓക്കെ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് യോജിപ്പില്ല മുസ്ലിം കമ്മ്യൂണിറ്റി. ഇപ്പോൾ അറബികൾക്ക് യോജിപ്പില്ല, മലബാർ മുസ്ലിംസിന് യോജിപ്പില്ല. അതെ, ഉണ്ടാക്കുന്നതിൽ ഒരു സത്യം ഉണ്ടാവണം എന്നവർക്ക് നിർബന്ധം. മലബാറിൽ മാത്രമല്ല, നമുക്ക് മുസ്ലിംസിന് അറിയില്ല. എനിക്കറിയാം. ഇപ്പോൾ കൊല്ലത്താണെങ്കിലും കരുനാഗപ്പള്ളി ആണെങ്കിലും കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും കോഴിക്കോടാണെങ്കിലും എനിക്കറിയാം സത്യസന്ധരായ മുസ്ലിം സുഹൃത്തുക്കളാണ് എനിക്ക് കൂടുതലായിട്ടുള്ളത്. എനിക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കളാണ് ഉള്ളത്. ഞാൻ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ വിഘടിപ്പിക്കുന്നവർ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നവർ, വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അപ്പുറത്ത് നിൽക്കുന്നതാണ്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിൽ പക്ഷെ അവരുടെ കയ്യിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആയുധമുണ്ട്, മതം. അത് കഴിഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ അവർക്ക് പറ്റും. പേടിപ്പിക്കാൻ പറ്റാതെ എന്നെ പോലുള്ള ആളുകളെ. കാരണം അതൊരു 3 ജനറേഷനായി ഫൈറ്റ് ചെയ്യുക. എന്നാൽ ഈ പറഞ്ഞ കൺസർവേറ്റീവ് മുസ്ലിംസ് ആയി നിൽക്കുന്നതിൻ്റെ ഒരു ബാക്കപ്പ് എനിക്കുണ്ട്. ഞാൻ കൺസർവേറ്റീവ് മുസ്ലിംസാണ് കേട്ടോ. കൺസർവേറ്റീവ്. ഞാൻ ഹലാലല്ലാത്ത മാംസം കഴിക്കില്ല, ഞാൻ സിഗരറ്റ് വലിക്കില്ല, കള്ളു കുടിക്കില്ല, അങ്ങനെ പലിശ മേടിക്കില്ല. അങ്ങനെ ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ ഞാൻ വളരെ ഹാർഡ്കോർ ഒരു കൺസർവേറ്റീവ് മുസ്ലിം വിശ്വാസി. അതാണ്. പക്ഷേ ഇല്ല, ഞാൻ പല ചർച്ചകളിലും ഫക്രുദ്ദീൻ അലി പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഭാരത സംസ്കാരം അതിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് RSS തുടർന്ന് വരുന്നത്. അല്ല, അതിൽ ക്രിസ്ത്യാനികളുടെ കാര്യം കൂടി. ക്രിസ്ത്യാനികളുടെ കാര്യം എന്ന് വെച്ചാൽ ഇതിലിപ്പം ഈ റോമൻ കത്തോലിക്ക ചർച്ചിന് തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം. അത് സിറിയൻ കത്തോലിക്, ലാറ്റിൻ കത്തോലിക്ക ചർച്ച മാറ്റി നിർത്തി ഇവാഞ്ചലിസ്റ്റുകൾക്ക് ഇന്ത്യനെ ഇവാഞ്ചലൈസ് ചെയ്യുക എന്നുള്ള അവരുടെ പ്ലാൻ. അപ്പം അതിന് ഏറ്റവും വലിയ ശത്രു RSS ആണ്. അതുകൊണ്ട് തൽക്കാലം ചിലത് അവർ ഒരു സോഫ്റ്റ് മോഡൽ അവർ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതിന്റെ മോഡി ഫണ്ട് കറക്റ്റ് ചെയ്തതല്ല അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഉത്തരേന്ത്യ കോൺഗ്രസിന്റെ അണ്ടറിൽ കോൺഗ്രസ് ഇതിനൊക്കെ ഫ്രീ ഹാൻഡ് കൊടുത്തിരുന്നു. കേരളത്തിൽ നിന്ന് വന്ന പാതിരിമാർക്കും കന്യാസ്ത്രീകളെ കയറൂരി വിട്ടിരിക്കുകയായിരുന്നു ഇവാഞ്ചലിസ്റ്റുകളെ. അത് മോഡി ഇപ്പം നടഞ്ഞത്, അതുകൊണ്ട് പല അറസ്റ്റ് ചെയ്യുന്നത് അതിവേഗം. ഇപ്പം ഏതാണ്ട് 8 നിങ്ങൾ ശരിക്കും നമ്മളെടുത്തൊക്കെ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസെ കൂടി കൂട്ടിയാൽ ഇപ്പം 2 കോടി ക്രിസ്ത്യൻസാണ് ഇന്ത്യയിലുള്ളതെന്ന് പറയുമെങ്കിലും ശരിക്കും കൂട്ടിയാൽ 8 കോടിയെങ്കിലും ഉണ്ടാവും. ഈ 8 കോടി 14 കോടിയും പിന്നെ അത് 32 കോടിയൊന്നും വലിയ സമയമൊന്നും വേണ്ടി വരില്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്ലാനിലാണ് അവർ മുന്നോട്ട് വന്നത്.
അവിടെ അതുകൊണ്ട് തന്നെ മോഡി അല്ലെങ്കിൽ RSS BJP ആണ് അവരുടെ ഏറ്റവും വലിയ ശത്രു. ഈ കാര്യത്തിൽ BJP കോംപ്രമൈസ് ചെയ്യില്ല. കേരളത്തിലെ 10 വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യില്ല. നിങ്ങൾ നിങ്ങളായി നിന്നോളൂ, എന്നിട്ട് നിങ്ങളെ ഭാഗത്തെ വിശ്വസിച്ചോളൂ എന്നാണ് RSS പറയുന്നത്. ഇവിടെ ആളെ കൂട്ടാൻ പറയുന്നില്ല. അത് മുസ്ലിങ്ങളോട് പറയുന്നില്ല, ക്രിസ്ത്യാനികളോടും പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളായി നിൽക്കാം, പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈനോറിറ്റീൻ്റെ ഇടയിൽ മുസ്ലിം മൈനോറിറ്റീനെ കുറച്ച് കാര്യം കഴിഞ്ഞാൽ കുറച്ച് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വീകാര്യമായിട്ട് വരും. ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റുകളുടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇനി ഇവാഞ്ചലിസ്റ്റ് BJP ഒക്കെ ആവും, പക്ഷെ അവർ വോട്ട് ചെയ്യില്ല. പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഈ BJP ഇപ്പോൾ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഒരു രാഷ്ട്രീയ എതിരാളി അവരെ ശക്തമായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും പേടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പിണറായി ഏറ്റവും ശക്തനായിരുന്നു. പിണറായി 10 സമ്മേളനത്തിൽ ഒരു വാക്ക് പിണറായി പറഞ്ഞ അവിടെ ഡിസ്കോഴ്സ് ഡിബേറ്റ് അവസാനിക്കുകയാണ്. പിണറായി പറയുന്നത് അപ്പോൾ കേരളം ഒന്നുമില്ലായിരുന്നു. പക്ഷേ സുപ്രഭാതത്തിന് ഞാൻ വരെ വിചാരിച്ചത് ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്നുള്ളത്. ഗവൺമെൻറ് പെർഫോമൻസ് നന്നായിരുന്നു, ശക്തനായ ലീഡർ. എന്താ നടന്നത് നമ്മൾ കണ്ടല്ലോ. കറക്റ്റ്, യെസ്. അപ്പോൾ എന്തായാലും പക്ഷേ ആകെപ്പെടെ വ്യത്യാസം CPM പിണറായി ആയിപ്പോയി, പക്ഷേ RSS മോഡി ആയിട്ടില്ല എന്നാണ് ഇതിൻ്റെ രണ്ട് കൂട്ടം നമ്മൾ വ്യത്യാസം. അതാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം. BJP സർക്കാർ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു, BJP പാർട്ടി കരുത്ത് കൂടെ മുന്നോട്ട് പോകുന്നു. അതിനുള്ള സാഹചര്യം ഒരുക്കി അടിത്തട്ടിൽ വർക്ക് ചെയ്ത് RSSും ഒപ്പമുണ്ട്. നിലവിൽ പ്രതിപക്ഷത്തിന്റെ കാര്യമെടുത്ത് RSS BJPയുടെ എപ്പോഴും ഒപ്പം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ RSSന് ആവശ്യമുള്ള സമയത്തെ BJP അവർ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. RSS നാളെ BJPന് ആവശ്യമില്ലെന്ന് തോന്നിയാൽ ഇനി BJP ഒറ്റയ്ക്ക് നിന്നോളൂ. അങ്ങനെ BJP അഹങ്കാരം കാണിച്ചതാണ് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് പറ്റിയത്. ഓക്കെ, അപ്പോൾ അവരിനി അങ്ങനെയുള്ള ഒരു അബദ്ധം കാണിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ഭരിക്കുന്നവരുടെ ഒരു രാഷ്ട്രീയ കരുത്ത്. പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ ശിഥിലിച്ച് നിൽക്കുകയാണ്. അവർ എന്ന് ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം ഒട്ടേറെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ സഞ്ചരിക്കുന്നത്. ഒട്ടേറെ വൈരുദ്ധ്യങ്ങളാണ് നമുക്ക് അവർക്കിടയിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ എതിർക്കാൻ, ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നവരെ എതിർക്കാൻ പുതിയൊരു ശക്തി ഉദയം കൊള്ളേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയിൽ പറഞ്ഞു വരിക. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.